SKN40 ജനകീയ യാത്രാ പര്യടനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ലീല റാവിസിലെത്തി. ഹോട്ടൽ മാനേജ്മെന്റും ജീവനക്കാരും യാത്രയെ സ്വീകരിച്ചു. റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കോവളത്തെ പ്രശസ്തമായ ലീല ഹോട്ടലിന്റെ റിസപ്ഷനിലേക്കാണ് വരുന്നത്. എൻട്രൻസ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഹോട്ടലിൽ ഇവിടെയാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ ഈ ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് എങ്ങോട്ട് ഫ്രെയിം വെച്ചാലും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഫ്രെയിം കിട്ടും. കാരണം വലിയ കോൺക്രീറ്റ് സൗധമല്ല ഇവിടെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിന്റെ കാര്യം you can tell me. Sir, this is our main entrance, അല്ലേ? This is our main entrance. This is our main lobby. Our hotel is 64-acre spreaded property. So the hotel is divided into 3 different blocks. One is the Premier Sea View, the main block here, and this is the main lobby. As you can see the lobby, you have lot of Kerala architectural elements. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നല്ലോ. രസമുണ്ട്. നമ്മുടെ ലോബിയിൽ ഓപ്പൺ ലോബിയാണ്. ഇവിടെ ഒരു എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ല. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഹോട്ടലിൽ 3 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്, ഡിഫറെൻറ്റ്. ഇത് ഇവിടെ താമസിക്കുന്ന 84 റൂംസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ പ്രൈവസി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 ഡിഫറെൻറ്റ്. ഇത് ഈ ലോബി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേരള ട്രഡീഷണൽ ഒരു കേരളത്തിൽ വന്ന ഒരു ഫീൽ ഉണ്ട്. Really amazing. I want to show you one of a very important amazing point that we have, that's called Sunset Point. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കോവളം ബീച്ചിൽ ഇന്റർനാഷണൽ ബീച്ചാണ് കോവളത്തേത്. അപ്പോൾ ഇന്റർനാഷണൽ ബീച്ചിലേക്കൊക്കെ ആളുകൾ വരുന്നത് ഈ സൺസെറ്റ് പോയിന്റ് വിശ്രമിക്കുക, അതുപോലെ സൂര്യോദയം കാണുക, ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഈ ലീല ഹോട്ടലിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം ജനറൽ മാനേജർ പറയുന്നത്. So while we are on the way to the Sunset Point, I would like to give you a little bit more information about the hotel. The building that you see on your left hand side is the club. The club is a hotel in itself. So it is considered as a hotel in hotel, which has got the gym, which has got the banquet hall, which has got the restaurant, which has got a pool, and which is the most premium building that we have. അത് സാർ, നമുക്ക് ഒരു ഹോട്ടലിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും 3 ഡിഫറെൻറ്റ് വിങ്സ് ഉള്ളത്. ഇപ്പം നമ്മൾ കണ്ടത് കേരള ട്രഡീഷണൽ ആണെങ്കിൽ അതിൻ്റെ ലോബിയിൽ പോകുമ്പോൾ നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ഒരു ലക്ഷറി വിങ് ആണ്. അതിൽ താമസിക്കുന്ന ഗസ്റ്റിന് സ്റ്റെപ്പ് ഔട്ട് ആവേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് അവിടെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്, നമുക്കതിന് പൂളുണ്ട്. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളുള്ളൊരു ഹോട്ടലാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇന്ത്യയിലുള്ള ഒരേ ഒരു ക്ലിഫ് ടോപ്പ് റിസോർട്ടാണ് സർ. നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ സ്വന്തം ഹെറിറ്റേജ് ഹോട്ടലാണ്. നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. സർ ലോബിയിൽ കണ്ടതുപോലെ തന്നെ കേരള ആർക്കിടെക്ചർ, നമ്മളുടെ ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ജനറൽ മാനേജർ വിൽ സ്പീക്ക് മോർ ഓൺ ദാറ്റ്. നമ്മൾ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ച കാണാനായിട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കടലും കോവളത്തെ ബീച്ചും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മതിപ്പിക്കും. അതിന്റെ തീരത്താണ് ഈ ലീല ഹോട്ടലിന്റെ. നമ്മൾ പോകുന്ന സൺസെറ്റ് പോലെ സൂര്യാസ്തമയം കാണാൻ സാധനം ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളുടെ വ്യൂ ആണ് എല്ലാം, നമ്മളുടെ ഏരിയൽ വ്യൂ ആണ് എല്ലാം. നമ്മളുടെ ഈ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മളുടേതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെല്ലിംഗ് പോയിന്റ്. Most beautiful destination in the resort, which is Sunset Point, where guests comes in the evening and sit and relax to get the most iconic piece that they would like to achieve. Yes. That prayoga is good. Peace is very important, and that's one of the main unique selling point of our hotel, where guests would like to come and sit, and then at least for 5 minutes in the evening they would like to sit, relax and go. One more point I would like to add. Apart from the 280-degree sea view that we have, on the opposite side is the beautiful view of the Charles Correa architect that we have. If you see on the other side, the beautiful view there, which is the cascading architect that we have about our hotel, which is done by Charles Correa, the famous architecture. ശരിക്കും ഈ ഹോട്ടലിന്റെ വേറൊരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു വ്യത്യാസം ഇദ്ദേഹം പറയും. സർ, നമ്മളിപ്പോൾ കണ്ടത് കേരള ട്രഡീഷണൽ ആണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് മോസ്റ്റ് മോഡേൺ ലക്ഷറി സെഗ്മെന്റ് ആണ്. അതിന്റെ പേര് ദ ക്ലബ് എന്നാണ്. ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് നമുക്ക് എല്ലാ ഫെസിലിറ്റി ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സ്വിമ്മിംഗ് പൂള്, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, ജിം. കൂടുതൽ ആൾക്കാരും പ്രൈവസി ആഗ്രഹിച്ചു വരുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത്. ഈ ഹോട്ടലിലെ ഏറ്റവും നല്ല വ്യൂ ഇവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഈ ജനാലയിലൂടെ അടിച്ചു കയറുന്ന കാറ്റ്, മന്ദമാരുതൻ, നല്ല തണുപ്പ്. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് അവിടെ കൂടെ പോകണം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാര്യം, ആ യാത്രയിൽ നിങ്ങളുടെ ഹോട്ടൽ ശൃംഖല നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കാര്യം നമ്മൾ വലിയൊരു പ്രശ്നമാണ് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. Take you to one of the beautiful room that is preferred by the legendary cricket player Sachin Tendulkar. എത്ര ദിവസം ഉണ്ടായിരുന്നു? It's been around about 2 years ago, so he has stayed with us. താമസിച്ചിട്ട് വാട്ട് വാസ് ഹിസ് ഒപ്പീനിയൻ? എന്താ പറഞ്ഞത്? He loved the food here. He loved the service. നമ്മ മലയാളി ഫുഡ് കഴിച്ചോ? Yes, the local food as well, and even for that matter, the entire cricket. സദ്യ ട്രൈ ചെയ്തായിരുന്നു. മഹാരഥൻ ക്രിക്കറ്റിലെ തലപ്പൊക്കം എക്കാലത്തെ ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ താമസിക്കുന്ന റൂമാണ്. സച്ചിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന മുറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്കേൽ പ്രേക്ഷകരെ കാണിക്കാൻ പോകണം. താങ്ക് യു. നമ്മൾ ഇനിയും വരും. ഇനിയും വരും. സന്തോഷം.